ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വാട്ടർ പ്രൂഫിങ് ചെയ്യണോ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നതാണ്. കൂടുതലും എഫക്റ്റ് ചെയ്ത് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമുകളിലാണ് കൂടുതലും എഫക്റ്റ് ചെയ്തത്. അതായത് ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നില ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്, പിന്നെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഒന്നാമത്തെ നിലയിൽ നിന്ന് നേരെ വരുന്നത് നമുക്ക് ബാത്റൂമുകളുണ്ടെങ്കിൽ താഴ്ത്തിയായിരിക്കും നമ്മൾ ബാത്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് റൂമിൽ നിന്ന് താഴ്ത്തിയായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ബാത്റൂമുകളിൽ മുകളിലെ ബാത്റൂമുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഭാവിയിൽ എന്തെങ്കിലും ടൈലിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് താഴത്ത് നമുക്ക് സീലിങ്ങിൽ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ പതുക്കെ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാർക്കയുടെ അകത്ത് കിടക്കുന്ന സ്റ്റീലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും പിന്നെ അതുപോലെ തന്നെ പതുക്കെ തുരുമ്പ് എന്ന് പറയുന്ന ലെവലിലേക്കും പതുക്കെ വാർക്കടന്ന് വീഴാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. ഇത് ക്രമേണ ഒരു 10-15 വർഷം കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും സ്ട്രോങ് ആയിട്ട് വീട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലെ ബാത്റൂമുകളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വാട്ടർ പ്രൂഫിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. വാട്ടർ പ്രൂഫിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിൽ അവൈലബിൾ ആണ്. അത് ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുമാത്രമല്ല ഇനി പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. അവരെ നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. വാട്ടർ പ്രൂഫിങ് മസ്റ്റായിട്ടും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ലീക്ക് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ താഴേക്ക് വരുന്ന ലീക്ക് മാത്രമല്ല വാളിൽ ലീക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് വീട് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കും, ബാത്റൂമിൻ്റെ സൈഡിലുള്ള ചുമരുകളിൽ ചെറുതായിട്ട് പൊടി പോലെ പെയിൻറ്റ് പൊളിഞ്ഞു വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ടൈലിൻ്റെ ഫിൽറ്ററിൻ്റെ ഗ്യാപ്പ്, ടൈൽ ഫിൽറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈൽ ഫിൽറ്റർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൂടെ വരുന്ന ഈ വെള്ളം വലിഞ്ഞു പോവാതെ നമ്മുടെ ഭിത്തിയുടെ അകത്തേക്ക് വലിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഭിത്തിയുടെ അകത്തേക്ക് വലിക്കാതിരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഭിത്തിയിലേക്ക് ഒരിക്കലും വെള്ളം നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം വലിക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും, താഴേക്കും അതുപോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ശേഷം പ്രൊഫഷണലായിട്ട് ചെയ്യുക. അത് നമുക്ക് അത്യാവശ്യം ബാത്റൂമിൻ്റെ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് താഴെയും ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 2 അടിയോളം ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡൈവേർട്ടറിൻ്റെ ഏരിയ അങ്ങനെ വരുന്ന ഏരിയകളിലാണ് ചെയ്യുന്നത്. ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റിലൂടെ ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത്. കാരണം ഭിത്തിയിൽ വരുന്ന നനവ് നമുക്ക് ഒരിക്കലും പിന്നീട് നമുക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭിത്തിയുടെ ഹൈറ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അപ്പോക്സി ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് മാറ്റങ്ങളാണ്, അതായത് വളരെ കുറച്ച് ലീക്ക് മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം അപ്പോക്സി എന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് PVC മെറ്റീരിയലാണ്. പക്ഷേ ചെയ്യുന്ന സമയത്ത് അറിയാവുന്ന പ്രൊഫഷണലെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അപ്പോക്സി വർക്ക് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണലായിട്ട് ചെയ്തില്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലംബിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കോൺക്രീറ്റിങ് ചെയ്യുക. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുന്നതിന് മുന്നും വാട്ടർ പ്രൂഫിങ് ചെയ്യാം. അപ്പോൾ അത്രയും താഴെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അത്യാവശ്യം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2 സ്ഥലത്തും വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നോർമൽ ലെവലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാ പ്ലംബിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അതിനുശേഷം ഓരോ സെക്ഷനായിട്ട് നമുക്ക് സൈഡുകളിൽ യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഓരോ കോർണറുകളിലും എല്ലാ വാളിലും ഒരു ഹൈറ്റ് വരെ കീപ്പ് ചെയ്ത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് ചെയ്തുകൊണ്ട് വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഒരിക്കലും നനവ് ഫീൽ ചെയ്യില്ല, ഭിത്തിയുടെ അകത്തേക്കൊന്നും നനവ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine.